പട്ടികവർഗ വിഭാഗത്തിന് എല്ലാ സർക്കാർ വകുപ്പുകളിലും ജോലിയിലെ സംവരണത്തിൽ പ്രത്യേക നിയമനം നടത്തണമെന്ന് കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. PSCയുടെ എല്ലാ നിയമനങ്ങളും 3 വർഷം കൂടുമ്പോൾ പരിശോധിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗത്തിന് അർഹമായത് കിട്ടിയില്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഒന്ന് ഈ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കും. പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഇല്ലാതാകുന്നത് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും നിയമനങ്ങളാണ്. കാരണം PSCക്ക് റെക്കമെൻഡിയില്ല. കാരണം ഈ പിൻവാതിലൂടെ നിയമിച്ച സ്വന്തക്കാരെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് PSCയിൽ ആൾ വന്നാൽ ഇവരെ മാറ്റേണ്ടി വരും. ഈ പിൻവാതിലൂടെ നിയമിക്കുമ്പോൾ ഒരു സംവരണമില്ല. PSCയിലൂടെ നിയമിച്ചാൽ എംപ്ലോയ്മെന്റിലൂടെ നിയമിച്ചാൽ സംവരണം ഉണ്ടാവും. അത് അവസാനിപ്പിക്കണം. പിന്നെ ഒരു കാര്യം, സുപ്രധാനമായ ഒരു കാര്യം പറയുന്നത്, ഗവൺമെന്റ് 3 വർഷം കൂടുമ്പോൾ പരിശോധിക്കും എത്ര നിയമനങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ആവശ്യമായ നിയമനങ്ങൾ അവരർഹിക്കുന്ന ശതമാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും നിയമിക്കും. അത് ഇച്ഛാശക്തിയോടുകൂടി ആരെടുത്താൽ ഈ സർക്കാർ നടത്താം. ഒരു സംശയമല്ല അതായത് അതൊരു തീരുമാനമാണ്. 2 കുട്ടികളുടെ വിദ്യാഭ്യാസമായി 3ാമത്തെ അതിന് ഈ ഗ്രാന്റ് ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു രൂപ ഈ ഗ്രാന്റിന്റെ ബാലൻസ് കാണാൻ പാടില്ല എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഞാൻ ധനകാര്യ വകുപ്പ് കൂടി നോക്കുന്ന ആളാണ്. വേറെ ഏത് കാര്യം ചെയ്തില്ലെങ്കിലും കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കുട്ടികൾക്ക് അവരുടെ പഠിക്കുന്നതിന്റെ ഈ ഗ്രാന്റ് വൈകിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിയിച്ചാൽ മതി. അപ്പം ഇടപെട്ട് 24 മണിക്കൂർ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതില് എത്ര ബുദ്ധിമുട്ട് സർക്കാരിനുണ്ടെങ്കിലും എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് കഴിഞ്ഞ കാര്യം നോക്കിയാൽ മതി. ഇതാണ് പ്രയോജനം, ഇതാണ് ചിന്തകൾ. പട്ടികജാതി പട്ടികവർഗത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പ്രധാന കാരണമായ പിൻവാതിൽ നിയമനം ഇല്ലാതാക്കും. പട്ടികജാതി പട്ടികവർഗത്തിനുള്ള വിദ്യാഭ്യാസ ഗ്രാന്റിൽ ഒരു കുറവും വരുത്തില്ല. ഗ്രാന്റ് തുക വൈകിയാൽ 24 മണിക്കൂറിനകം നടപടിയുണ്ടാകും. ഈ ഗ്രാന്റ് വൈകരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികജാതി പട്ടികവർഗത്തിന് ആനുപാതിക പരിഗണന കിട്ടിയിട്ടില്ല. അതിനാൽ പ്രത്യേക പദ്ധതി കൊണ്ടുവരും. യാത്രാ സൗകര്യം കുറഞ്ഞ ഉൾപ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുന്നതിനാൽ വരുന്ന അധിക ചെലവ് പരിഗണിച്ച് 2 ലക്ഷം രൂപ കൂടുതൽ നൽകും. ലൈഫ് പദ്ധതി അവസാനിപ്പിക്കില്ല. സംസ്ഥാനത്ത് കിട്ടാവുന്ന പരമാവധി ഭൂമി സമാഹരിച്ച് പട്ടികജാതി പട്ടികവർഗത്തിന്റെ പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്തും. SC/ST വിഭാഗത്തിന് ലഭിക്കുന്ന ഫണ്ടിൽ കുറവ് വരുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പദ്ധതി അടങ്കൽ 35,000 കോടിയായിരുന്നത് 30,000 കോടിയാക്കുമ്പോൾ പട്ടിക വിഭാഗത്തിന് ലഭിക്കുന്ന 10% ആനുപാതികമായി കുറവ് വരുന്ന തുക പ്രത്യേകം നൽകും. ഇത്തരത്തിൽ പ്രത്യേകം തുക വകയിരുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PA മോഹനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, സഭാ ജനറൽ സെക്രട്ടറി PR രജി, AKHMS ജനറൽ സെക്രട്ടറി AK സജീവ്, കേരള സാംബവ സഭ ജനറൽ സെക്രട്ടറി DV വിനോദ്, DSDS ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ, IDF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആവശ്യങ്ങളടങ്ങിയ നിവേദനം സംഘടനാ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് നൽകി. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.